21st സെഞ്ച്വറിയിൽ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. എല്ലാ ബിസിനസ്സുകളും നടക്കുന്ന റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി ഉള്ള കാലത്ത് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് ഈ 4 കാറ്റഗറി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രീം വേറൊരാളുടെ ഡ്രീമിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ടൈം, നമ്മുടെ മണി, നമ്മുടെ ടൈം, നമ്മുടെ എനർജി വേറൊരാൾക്ക് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസ, അത്രയേ ഉള്ളൂ. നമ്മുടെ ടൈം, നമ്മുടെ സ്കില്ല് മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. സെൽഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ബിസിനസ്, നോർമൽ ബിസിനസ്സിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും എന്നാൽ വേറെ എംപ്ലോയിയുടെ ടൈമും എംപ്ലോയിയുടെ എനർജിയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെയാണ്. എൻ്റർപ്രണർഷിപ്പ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂസഫ് അലി ഒരു പ്രൊജക്റ്റ് കൊടുക്കാൻ എത്ര രൂപ അദ്ദേഹം മുടക്കണം? അതൊന്നും മുടക്കണ്ട, ഒരു ഡിസിഷൻ മാത്രമേ മതി. ഒരു പൈസ പോലും ആവശ്യമില്ല. ഇപ്പം ബാംഗ്ലൂർ ഒരു പ്രൊജക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചുമ്മാ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്താൽ മതി, അന്നേരം പൈസ അവിടെ നിന്ന് ഇവിടുന്ന് വരികയായി. അതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മാത്രമേ ആവശ്യമുള്ളൂ, ഒറ്റ പൈസ ആവശ്യമില്ല. ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാമെന്ന് ചുമ്മാ ഒരു അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഒരു ഷട്ടർ വേണം, അകത്തൊരു റൂം വേണം, അന്നേരം ലക്ഷങ്ങൾ കോടികൾ നേരെ ചുമ്മാ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ നേരെ ലക്ഷങ്ങൾ കോടികൾ പമ്പ് ചെയ്യാൻ ആൾക്കാർ റെഡിയായിട്ട് തരും. ഒരിക്കൽ പ്രൂവ് ചെയ്ത ഒരു എൻ്റർപ്രണറാണ്. വൺസ് പ്രൂവ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ പൈസ ആവശ്യമില്ല. നമ്മുടെ സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? നമ്മൾ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പീപ്പിൾ സ്കില്ല് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? ലീഡർഷിപ്പ് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? നമ്മൾ സെയിൽസ് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? ഇതുപോലത്തെ സ്കില്ലുകൾ, പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വലിയ ബിസിനസ് എംപയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഏത് ജോലി നിങ്ങൾ ആലോചിക്കേണ്ടത് വാരി വലിച്ച് ചെയ്യുന്നവർക്കല്ല കിട്ടുന്നത്, ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യുന്നവർക്കാണ്. അധികമൊന്നും ചെയ്യേണ്ട, ചെയ്യുന്ന വൃത്തിക്ക് ചെയ്യുന്നവർക്കാണ് ഏതിനകത്തും വിജയം ഉണ്ടാകുന്നത്. വാരി വലിച്ച് ചെയ്യുന്നവർക്കല്ല, കണ്ണിൽ കാണുന്ന അതും ഇതെല്ലാം ചെയ്യുന്നവർക്കല്ല. ചെയ്യുന്നത് കുറച്ച് സമയമേ ഉള്ളൂ. ആ കുറച്ച് സമയത്താണേലും അത് കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വാരി വലിച്ച് ചെയ്യേണ്ടല്ല, അതിന് പ്രോഫിറ്റ് ഉണ്ടാകും. ഏത് കാര്യത്തിലും അങ്ങനെ. ആർഗ്യുമെൻറ്റ് ആരോട് എന്ത് ചെയ്താലും ആർഗ്യൂ ചെയ്യുന്ന ആൾ ഫെയിൽ ആവുകയാണ് ഉണ്ടാവുക. അതായത് ഒരു ആർഗ്യുമെൻറ്റിലും ലാസ്റ്റ് ആരും ആർഗ്യൂ ചെയ്താലും വിജയിക്കാറില്ല, ആർഗ്യൂ ചെയ്യുന്നവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പം അടിമുടി ചിലപ്പോൾ ഒരു മാറേണ്ടി വന്നേക്കാം. പക്ഷെ അത് മാറുന്നത് നല്ലതിലേക്കുള്ള മാറ്റം മാത്രമേ ആവശ്യമുള്ളൂ, ചീത്തയിലേക്കല്ല. ഒരു ആസ് എ പേഴ്സൺ നമ്മൾ ഒരു നല്ല മനുഷ്യനാവാനായിട്ടുള്ള മാറ്റം ചിലപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ചിലപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. പക്ഷേ ഗുണം എന്താണ്? നമ്മുടെ ആബ്സെൻസിൽ ബിസിനസ് വർക്ക് ചെയ്യും. നമുക്കെന്താണ് ആവശ്യം? റിമോട്ടിൽ നമ്മൾ അനങ്ങാതെ, ചെറുവിരൽ അനക്കാതെ ഇൻകം ഉണ്ടാക്കുന്ന എംപയറുകൾ ഉണ്ടാക്കുക. ഞാൻ കണ്ടിട്ടുള്ള ഒരു 30 ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുമായിട്ട് ഞാൻ അടുത്തിടപെട്ടിട്ടുണ്ട്. 30 കമ്പനികൾ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെയാണ് ഈ 30 കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു 2 മണിക്കൂർ പോലും ടോട്ടൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫ്രീ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ഗ്രൂപ്പുണ്ട് എറണാകുളത്ത്. അത് ഒരു ബിസിനസ്സിൽ 500 കോടി ടേൺ ഓവർ ഉണ്ട്. ഇതിൻ്റെ പ്രൊമോട്ടർ ഇതിനകത്ത് ഇടപെടുന്ന എപ്പോഴാണെന്ന് അറിയാം? ആഴ്ചയിൽ 1 മണിക്കൂർ ഡയറക്റ്റായിട്ട്. ആഴ്ചയിൽ ചൊവ്വാഴ്ച ഒരു മോർണിംഗ് മീറ്റിംഗ് ഉണ്ട്, രാവിലെ 8:30 മുതൽ 9 വരെ. അതിനകത്ത് മാത്രമാണ് അദ്ദേഹം പ്രസൻ്റ് ആയിട്ടുള്ളത്. ഒരു ഫോൺ കോളും ഈ ഓഫീസ് ടൈമിലല്ലാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാര്യത്തിന് പോലും ഒരു ഫോൺ കോൾ പോലും പുള്ളി അറ്റൻഡ് ചെയ്തില്ല, ആരും വിളിക്കത്തുമില്ല. രാവിലെ 9:30 to 5:30 ഇടയ്ക്ക് മാത്രം ഓഫീസ് ഫോണുണ്ട്, അത് മാത്രം ഓഫീസിലാണ് വെച്ചേക്കുന്നത്, അത് മാത്രമേ തൊടുകയുള്ളൂ. ബാക്കി പേഴ്സണൽ ഫോണാണ്, തൊടുകല്ല. ഒരു ബിസിനസ് ടോക്കും ഇല്ല. ആഴ്ചയിലൊരു 8:30 മണി മുതൽ 9 വരെ ചൊവ്വാഴ്ച ദിവസം ഒരു മീറ്റിംഗ് ഉണ്ട്. ഇവരുടെ കോർ ആളുടെ ഒരു 10-20 പേരെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്. ഇതിന് മാത്രം അദ്ദേഹം പ്രസൻ്റ് ആയിരിക്കും. 500 കോടി ടേൺ ഓവർ ഉണ്ട്. 1 രൂപ പോലും ബാഡ് ഡെബ്റ്റ്സ് ഇല്ല, പുറത്തൊറ്റ രൂപ പോലും കളക്ഷൻ ഇല്ല. ഫുൾ ക്ലിയറായി എല്ലാ വർഷവും മാർച്ച് ആകുമ്പോഴത്തേനും ഫുൾ ക്ലിയറായി 0 ആക്കിയിട്ട് ഏപ്രിൽ 1 മുതൽ 1 തുടങ്ങും. 500 കോടി ടേൺ ഓവർ ഉണ്ട്. ഇതൊരു ടോട്ടലി ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ 500 രൂപയുടെ ടേൺ ഓവർ ഇല്ലാത്ത കടക്കാരൻ രാവിലെ മുതൽ ഭ്രാന്തായിട്ട് തലമുടിയൊക്കെ ചൊറി ഇങ്ങനെ നടക്കുന്ന കാണാൻ പറ്റും. തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ ചെയ്യുന്നതും ഇങ്ങനെയുള്ളവർ ചെയ്യുന്നതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ചെറിയ ഡിഫറൻസിലാണ് എല്ലാം ഇരിക്കുന്നത്.